ശാസ്താംകോട്ട മുതുപിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളമിട്ട യുവാക്കൾക്കെതിരെ കേസെടുത്ത സംഭവം ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ബിജെപിയുടെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും പ്രതിഷേധ മാർച്ച് തുടങ്ങി. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തത്സമയം ഇന്ത്യൻ സൈന്യം നടത്തിയ ശക്തമായ തിരിച്ചടി ഓപ്പറേഷൻ രാഷ്ട്രങ്ങൾ പോലും അംഗീകരിച്ച ഓപ്പറേഷൻ സിന്ദൂറിനെ പറഞ്ഞ മുതുപിലാക്കാട് ക്ഷേത്ര ഭരണസമിതിയുടെ 27 ചെറുപ്പക്കാർക്കെതിരെ കള്ളക്കേസെടുത്ത ശാസ്താംകോട്ട പോലീസിന്റെ രാഷ്ട്രവിരുദ്ധ രാജ്യവിരുദ്ധ നിലപാടുകൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും എം മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, പ്രതിഷേധ മാർച്ച് തുടങ്ങി, വലിയ ജനപങ്കാളിത്തം. തീർച്ചയായും കൃഷ്ണരാജ്, വലിയ ജനപങ്കാളിത്തം തന്നെയാണ് ഈ ഒരു പ്രതിഷേധ മാർച്ചിലുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാം. ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി, അതോടൊപ്പം തന്നെ ബിജെപി കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള രാജീവ് പ്രസാദ്, ബിജെപി സംസ്ഥാന വക്താവ് കേണൽ എസ് ഡിന്നി, അദ്ദേഹമൊക്കെ തന്നെ ഈ ഒരു പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകുന്നുണ്ട്. വിവിധ ഹൈന്ദവ സംഘടനകളും അതോടൊപ്പം തന്നെ ബിജെപിയും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതായത് ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിൽ ഒരുക്കിയ ഒരു അത്തപ്പൂക്കളം, ആ അത്തപ്പൂക്കളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതായത് ഈ ക്ഷേത്ര ഭരണസമിതിയുടെ പരാതിയിന്മേൽ പോലീസ് കേസെടുക്കുന്നു. തുടർന്ന് ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ 27 യുവാക്കൾക്കെതിരെയാണ് ശാസ്താംകോട്ട പോലീസ് കേസെടുത്തത്. അതിൽ സൈനികരുമുണ്ട്. സൈനികരെയൊക്കെ 1-ാം പ്രതിയും 2-ാം പ്രതിയും ഒക്കെ ആക്കി പോലീസ് കേസെടുത്തു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ആലേഖനം ചെയ്തിരുന്ന ഒരു ഭഗവപതാക ആലേഖനം ചെയ്തിരുന്ന ആ ഒരു പൂക്കളം കലാപം സൃഷ്ടിക്കുവാനെന്ന രീതിയിലാണ് ഈ കേസൊക്കെ എടുത്തിരിക്കുന്നത്. സമീപത്തുള്ള ശിവജിയുടെ ചിത്രം ഉൾപ്പെടെ FIR-ൽ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ബിജെപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഈ മാർച്ച് എത്തും. എന്തായാലും ഈ മാർച്ചിനെ ബാരിക്കേഡ് ഉപയോഗിച്ച് തടയാനാണ് പോലീസിന്റെ തീരുമാനം. നമ്മളോടൊപ്പം ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി കൂടെ ചേരുന്നുണ്ട്. എന്തായാലും വലിയൊരു പ്രതിഷേധം തന്നെയാണ്. ഇന്ന് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. ഒരു പൂക്കളം ഇട്ടതിന്റെ പേരിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ FIR സൂചിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വിചിത്രമായിട്ട് തോന്നുന്നുണ്ട്. ഇത് വിചിത്രം മാത്രമല്ല, ഇത് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിൽ കേരള പോലീസ് കാണിക്കുന്ന ധാർഷ്ട്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാക്കിക്കുള്ളിൽ ദേശവിരുദ്ധരാണെന്നുള്ളത്, കാക്കിക്കുള്ളിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് കൃത്യമായിട്ട് തെളിയിക്കുകയാണ് ഇവിടുത്തെ കേരള പോലീസ്. കാരണം ഇതുപോലെ ഇവിടുത്തെ സാധാരണ പൗരന്മാർക്ക്, ദേശഭക്തന്മാർക്കെതിരെ അല്ലെങ്കിൽ സൈനികർക്കെതിരെ, സർവിംഗ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. എന്തിന്? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരെഴുതിക്കൊണ്ട് ഒരു പൂക്കളമിട്ടതിന്. ഇതിൽ കൂടുതൽ എന്ത് വേണം? അതേസമയം തന്നെ ഇവിടെ പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇതേപോലുള്ള സംഭവങ്ങൾ, ഹമാസ് അനുകൂല പരിപാടികൾ നടത്തുമ്പോൾ ഇവർ FIR ഇടുന്നില്ലല്ലോ. എന്തിനാണ് ഇവർ ഈ വിഷയത്തിൽ കലാപാഹ്വാനത്തിന് കേസിട്ടത്? അത് മനഃപൂർവ്വമാണ്. അതുകൊണ്ട് തന്നെയും ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിന്റെ പോലീസ് കാണിക്കുന്ന കിരാതമായ രീതികൾ, ഇപ്പൊ കേരളത്തിലെ പോലീസ് കാണിക്കുന്ന ക്രൂരത ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതും അതുപോലെ തന്നെ കേരളത്തിലെ ദേശഭക്തന്മാർക്കെതിരെ അവരുടെ കാക്കിക്കുള്ളിലുള്ള ദേശവിരുദ്ധതയെ തുറന്നു കാണിക്കുന്ന ഒരു സംഭവമാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ക്ഷേത്രങ്ങൾ കൈയടക്കുവാനുള്ള CPM-ന്റെ അതോടൊപ്പം തന്നെ ഈ അനുകൂല സംഘടനയിലൊക്കെ ഒരു ശ്രമമുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഇത്തരം ക്ഷേത്രങ്ങളിൽ നിന്നും ഈ വിശ്വാസികളായിട്ടുള്ള ചെറുപ്പക്കാരെ അകറ്റി നിർത്തുക എന്നുള്ള ഒരു സമീപനം കൂടെ ഇവിടെ കാണാൻ സാധിക്കും. പിണറായി വിജയൻ സർക്കാരിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും CPM-ന്റെയും നിലപാട് കേരളത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കേരളത്തിന്റെ തനത് സംസ്കാരവും പാരമ്പര്യവും നശിപ്പിക്കുക എന്നുള്ളത്, അതിന്റെ ഭാഗമായിട്ട് തന്നെ ആസൂത്രിതമായി കേരളത്തിലെ ക്ഷേത്രങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് അത് പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുമുണ്ട്. അത് നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന ഇതേ പിണറായി വിജയൻ സർക്കാർ എത്ര ക്രൂരമായിട്ടാണ് ഇവിടെ അയ്യപ്പ ഭക്തന്മാരെ തല്ലിച്ചതച്ചത്, എത്ര ക്രൂരമായിട്ടാണ് ആചാര ലംഘനം നടത്തിയത് എന്ന് പറഞ്ഞാൽ ഇവർ കാലങ്ങളായിട്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളടക്കമുള്ള കേരളത്തിലെ ഓരോ ആചാരങ്ങളെയും, ഇവിടുത്തെ സംസ്കാരത്തെയും ഇവിടുത്തെ പൈതൃകത്തെയും നശിപ്പിക്കുക എന്നുള്ളത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമാണ്. അതിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ അയ്യപ്പ സംഗമം ഉൾപ്പെടെ, അതായത് വരുമാന മാർഗം കണ്ടുകൊണ്ടും അതോടൊപ്പം തന്നെ വരുന്ന തെരഞ്ഞെടുപ്പൊക്കെ
കണ്ടുകൊണ്ട് സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഈ നടക്കുന്ന ഓരോ പരിപാടിയും അതിപ്പോൾ ആഗോള അയ്യപ്പ സംഗമം ആയിക്കൊള്ളട്ടെ, ഈ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞ 10 വർഷത്തിൽ ഭരണ നേട്ടമെന്ന് പറയാൻ ഒന്നുമില്ല. ആ ഭരണ നേട്ടമൊന്നും എടുത്തു കാണിക്കാനില്ലാത്ത അവസ്ഥയിൽ അവർ ഇങ്ങനെയുള്ള തട്ടിപ്പ്, ഇരട്ടത്താപ്പിന്റെ രാഷ്ട്രീയം ഇത് കളിച്ചുകൊണ്ടാണ് ഇന്ന് പിണറായി വിജയൻ സർക്കാർ മുമ്പോട്ട് പോകുന്നത്. ആഗോള അയ്യപ്പ സംഗമം അതുപോലുള്ള ഒരു ഇരട്ടത്താപ്പിന്റെ രാഷ്ട്രീയമാണ്. അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. തീർച്ചയായും ഈ ഒരു പ്രതിഷേധ സമരം അതൊരു സൂചന മാത്രമാണ് ഇന്നത്തേക്ക്, അല്ലേ? ഇതൊരു തുടക്കമാണ്. ഇന്നലെ ശ്രീ സുരേഷ് ഗോപിജി വന്നു, വലിയ പരിപാടി നടന്നു. ഇന്ന് ഇവിടെ ഇതുപോലൊരു വലിയ പ്രതിഷേധ പരിപാടി നടക്കുകയാണ്. ഇതൊരു ട്രെയിലർ മാത്രമാണ്. വരുന്ന ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം കേരളം കാണും. തീർച്ചയായും അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ ഒരു പ്രതിഷേധ സമരം ഇന്നൊരു സൂചനയാണ്. ഇതിൽ നിന്നും കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് യുവാക്കൾക്കെതിരെയുള്ള കേസ് പിൻവലിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും നമ്മളോടൊപ്പം കേണൽ ടിനി സാർ കൂടെ ഉണ്ട്. എന്തായാലും ഈ ഒരു പ്രതിഷേധ സമരം അത് ഈ സൈനികർ ഉൾപ്പെടെയുള്ള യുവാക്കൾക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നോക്കൂ, ഭാരതത്തിൽ വേറെ എങ്ങും ഒരു സൈനികൻ, ഒരു സർവിംഗ് സോൾജറും ഒരു എക്സ് സർവീസ്മാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത്തപ്പൂൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് എന്നുള്ള രീതിയിലാണ് ആദ്യം തുടങ്ങിയത്. അതിനിപ്പോൾ പോലീസ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം അതിൻ്റെ പേരിൽ തന്നെയായിരുന്നു ഈ സംസാരം വന്നത് മൊത്തത്തിൽ പ്രശ്നമായത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ശക്തമായിട്ട് പ്രതിഷേധിക്കും. ഇപ്പം ഇവിടെ ഒരു സോൾജർ, സൈനികമായിട്ടുള്ള ഒരു സോൾജർ നിന്ന് ഇങ്ങനെ ഒരു പൂക്കളം സ്വന്തം ക്ഷേത്രത്തെ മുന്നിൽ നിന്നിട്ട് അതെന്ത് ഏത് രീതിയിലാണ് ന്യായീകരിക്കാൻ പറ്റുക? ശരിയാണ്. തീർച്ചയായും വലിയ പ്രതിഷേധം തന്നെയാണ്. എന്തായാലും ശാസ്താംകോട്ട പോലീസ് ഇവിടെ ബാരിക്കേഡൊക്കെ ഒരുക്കിക്കൊണ്ട് ഈ പ്രവർത്തകരെ തടയാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുകയാണ്. ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ്. അതായത് വലിയൊരു ജനപങ്കാളിത്തം ഈ പ്രതിഷേധത്തിലുണ്ട്. അത് തീർത്തും, അതായത് ഒരു അത്തപ്പൂക്കളം ഇട്ടു അല്ലെങ്കിൽ അതിന് സമീപത്തൊരു ശിവജിയുടെ ചിത്രം വെച്ചു എന്ന പേരിലൊക്കെ സൈനികർ ഉൾപ്പെടെയുള്ള 27 പേർക്കെതിരെ, ഒരു നാട്ടുകാർക്കെതിരെ മുഴുവൻ കേസെടുക്കുന്ന ഒരു സമീപനം അത് ശാസ്താംകോട്ട പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് ചില രാഷ്ട്രീയ താല്പര്യമുള്ള ഭരണസമിതി അംഗങ്ങളുടെ അവരുടെയൊക്കെ പരാതി പ്രകാരമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഓപ്പറേഷൻ സിന്ദൂറിനെ ഞങ്ങൾ എതിർത്തിട്ടില്ല, അതിനെ ഒന്നും പരാമർശിച്ചിട്ടില്ല എന്നൊക്കെയാണ്. പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ആ ചിത്രങ്ങളും ആ ദൃശ്യങ്ങളും ഒക്കെ പുറത്തേക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലാകും എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം അത് BJPയുടെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഈ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. ഈ സമരം കൊണ്ട് മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ്. ഇന്ന് യുവമോർച്ചയടക്കം തിരുവനന്തപുരത്ത് പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. നേരത്തെ നമ്മളോട് സംസാരിച്ച അനൂപ് ആന്റണി, അതായത് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കി എന്താണ് പിണറായി സർക്കാർ ഇന്ന് കേരളത്തിൽ ചെയ്തു വരുന്നത്. ഇത്രയും വർഷമായി എന്തൊക്കെ രീതിയിലാണ് പല പ്രീണന രാഷ്ട്രീയവും കളിച്ചുകൊണ്ട് ഇനി വരുന്ന ഈ അയ്യപ്പ ഭക്തരെ ഒത്തുകൂട്ടിക്കൊണ്ട് ചില തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുവാനും അതോടൊപ്പം തന്നെ വരുമാന മാർഗമൊക്കെ കണ്ടെത്തുവാനും വേണ്ടി ശ്രമിക്കുന്ന ഒരു സർക്കാർ. അതിൻ്റെയൊക്കെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് ഈ കേരളത്തിലെ ജനത മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും വിവിധ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് CPMന്റെ ഒക്കെ ഈ ഒരു കടന്നുകയറ്റം അത് അവസാനിപ്പിക്കണമെന്നുള്ളത് തന്നെയാണ് ഓരോരുത്തരും പറഞ്ഞു വെക്കുന്നത്. കാരണം ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതോടൊപ്പം തന്നെ സാംസ്കാരികപരമായിട്ടുള്ള പൈതൃകപരമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ തന്നെ എതിർക്കുന്ന ഒരു സമീപനം, അവിടെയുള്ള യുവാക്കൾ ഒരു അത്തപ്പൂക്കളം ഇട്ടതിന് അവിടെ ഇത്രയും വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഭരണസമിതി. എന്തൊക്കെയായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ വിചിത്രമായിട്ടുള്ള ഒരു തന്നെയാണ് ഇവരൊക്കെയും പറയുന്നത്. ശാസ്താംകോട്ട മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളമിട്ട യുവാക്കൾക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ ഹൈന്ദവ സംഘടനകളുടെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടക്കുകയാണ്. BJPയും ഇതിൽ പങ്കുചേരുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. അതായത് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞെങ്കിലും പ്രവർത്തകരാരും തന്നെ പിരിഞ്ഞു പോകില്ല എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. പ്രവർത്തകരൊക്കെ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. അതായത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് പോലീസ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ കേസെടുത്ത സംഭവം 27 യുവാക്കളെന്ന് പറയുന്നത് അതിൽ വിമുക്ത പഠനമുണ്ട്, അതോടൊപ്പം തന്നെ നിലവിൽ സൈനിക സേവനം അനുഷ്ഠിക്കുന്നവരുണ്ട്. ഇവർക്കൊക്കെ എതിരെ പോലീസ് കേസെടുക്കണമെങ്കിൽ അതിന് തക്കതായിട്ട്
വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും കാരണം വേണ്ടേ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എങ്ങനെയാണ് ഒരു അത്തപ്പൂക്കളം ഇട്ടത് കൊണ്ടോ ഒരു ശിവജിയുടെ ചിത്രം വെച്ചത് കൊണ്ടോ പോലീസിന് കേസെടുക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെയാണ്. എന്തായാലും പ്രതിഷേധം ഇവിടെ ശക്തമാവുകയാണ്. ഓരോ പ്രവർത്തകരും വലിയ വൈകാരികമായിട്ടുള്ള വിഷയം തന്നെയാണ്. കാരണം ഒരു ക്ഷേത്രത്തിന് മുന്നിൽ അത്തപ്പൂക്കളം ഒരുക്കി എന്നുള്ള പേരിൽ ഇവിടെ ആ നാട്ടുകാർക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളുണ്ട്. ആ യുവാക്കൾക്ക്, അതായത് ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള യുവാക്കളുണ്ട്. അവർക്കിനി ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് നാട്ടുകാരൊന്നടങ്കം, അതോടൊപ്പം തന്നെ വിവിധ ഹൈന്ദവ സംഘടനകളും BJP നേതൃത്വവും ഒക്കെ ഈ ഒരു പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് തന്നെ രാജ്യത്തിന്, അതായത് ഭാരതം അഭിമാനപൂർവ്വം നോക്കിക്കാണുന്ന ഒന്ന് തന്നെയാണ്. ശത്രു രാജ്യത്തിന് നൽകിയ തക്കതായിട്ടുള്ള തിരിച്ചടി, ആ സിന്ദൂരം മായ്ച്ചവർക്കെതിരെയുള്ള തിരിച്ചടി, അത് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ അഭിമാനമായി കാണുമ്പോൾ അത് അത്തപ്പൂക്കളത്തിൽ ഇട്ടു എന്നുള്ള കാരണം അവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിലൊക്കെ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു മാറ്റണമെന്ന് പറഞ്ഞത്. പിന്നീട് അത് FIR-ൽ ഉൾപ്പെടുത്താത്തത് പോലീസിന്റെ തന്ത്രപരമായ നീക്കമെന്ന് തന്നെയാണ് ഇവിടെ ഓരോരുത്തരും വ്യക്തമാക്കുന്നത്. പിന്നീടുണ്ടാകുന്ന ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെ അതിനൊക്കെ മറുപടി പറയേണ്ടത് സർക്കാരും ഈ ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിയും തന്നെയാണ് എന്നുള്ള കാര്യം ഇവിടെ BJP നേതാക്കളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് പ്രീണന രാഷ്ട്രീയം തുടരുമ്പോൾ ഈ ഹൈന്ദവാചാരങ്ങളെയും അതോടൊപ്പം തന്നെ വിശ്വാസങ്ങളെയും ഒക്കെ ചവിട്ടിമെതിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ സംസ്ഥാന സർക്കാർ എന്നും, അതോടൊപ്പം തന്നെ ഈ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വരുമ്പോൾ അവർക്കെതിരെ കേസെടുക്കുകയും അതോടൊപ്പം തന്നെ പ്രതിഷേധ സമരങ്ങളെയൊക്കെ അടിച്ചമർത്തി മുന്നോട്ട് പോകാമെന്നാണ് സർക്കാർ കരുതുന്നതെന്നൊക്കെ ഇവിടെ BJP നേതാക്കളടക്കം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ അത്തപ്പൂക്കളം ഇന്ന് രാജ്യവ്യാപകമായി തന്നെ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു. ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നോക്കിയാൽ ഇന്ന് മുഴുവനായും ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആ ഒരു ചിത്രം നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. ആ ഒരു അത്തപ്പൂക്കളം, അതായത് തിരുവോണ ദിനത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അത്തപ്പൂക്കളം എന്ന ക്യാപ്ഷനോടുകൂടിയൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കഴിഞ്ഞു. അതൊക്കെ തന്നെ ഇവിടെയുള്ള CPM കോൺഗ്രസ് നേതൃത്വത്തെയൊക്കെ വല്ലാതെ വിരളി പിടിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ ഭാഗമായി നിയമ പോരാട്ടങ്ങളുമായി ഇനി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇവിടെയുള്ള BJP നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം, നിരവധി പ്രവർത്തകർ ഇതാ ഈ പ്രതിഷേധത്തിൽ അണിനിരക്കുന്നുണ്ട്. ഈ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി പതാക വീശുന്നുണ്ട്. എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ ഈ ഒരു പ്രതിഷേധ മാർച്ച്, അതിലുള്ള ജനപങ്കാളിത്തം സൂചിപ്പിക്കുന്നത് അവരൊറ്റയ്ക്കല്ല. അതായത് ഈ 25 യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യുവാൻ ഇവിടെ BJP-യുടെയും വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളും ഒക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നിരവധി ഈ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. പോലീസ് നേരത്തെ തന്നെ വലിയൊരു സന്നാഹം ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ചേർന്ന് ഈ ബാരിക്കേഡ് ഇവിടെ വച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്കുള്ള ഈ മാർച്ച് തടയുന്ന ദൃശ്യങ്ങളാണ് ആദ്യമൊക്കെ കണ്ടത്. എന്നാൽ പ്രവർത്തകർ ആ ബാരിക്കേഡ് ഭേദിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൈനികരാണെന്ന് പോലും, അതായത് രാജ്യത്തിന് വേണ്ടി രാവന്തിയോളം കഷ്ടപ്പെട്ട് അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന സൈനികനാണെന്ന് പോലും വകവയ്ക്കാതെ ഇവിടെയുള്ള കേരള പോലീസ് അവർക്കെതിരെ കേസെടുക്കുന്നു. ആ ചെയ്ത കുറ്റം എന്താണെന്ന് നോക്കുമ്പോൾ ആ FIR-ൽ പറയുന്ന കാര്യം അത് കാണുമ്പോൾ തന്നെ വിചിത്രമായി തോന്നുകയാണ്. അത്തരത്തിൽ ഒരു കാവിക്കൊടി ഒരു ക്ഷേത്രത്തിൽ ഉയർത്താൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ തന്നെ അവർ പറയുന്നുണ്ട്. പക്ഷേ അവർ ഇട്ടത് ആ പൂക്കളത്തിലൊരു ഭഗവ പതാകയാണ്. അത് പാർത്ഥസാരഥിയുടെ ക്ഷേത്രമാണ്. ശ്രീകൃഷ്ണന്റെ രഥത്തിന് മുകളിൽ പാറിപ്പറക്കുന്ന ആ ഭഗവ പതാകയാണ് അവർ ആ അത്തപ്പൂക്കളത്തിൽ ആലേഖനം ചെയ്തത്. അത്തരത്തിലൊരു കാവിക്കൊടിയെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രേഖപ്പെടുത്തിയത് കണ്ടുകൊണ്ട്, അവിടെ ഉണ്ടായിരുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ശിവജിയുടെ ചിത്രമൊക്കെ കണ്ടുകൊണ്ട് അതിനൊക്കെ കലാപാഹ്വാനം എന്നുള്ള പേര് ചാർത്തിക്കൊണ്ട് ഈ കേസെടുത്തിരിക്കുന്നു. അതിൽ പ്രധാനമായും പറയുന്നത് ഈ കാവി പതാകയെ തന്നെയാണ്. ആ കാവി പതാക ഏന്തിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പ്രതിഷേധത്തിന് ഇവിടേക്ക് ഒരുപാട് പേര് എത്തിയിട്ടുള്ളത്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം നമുക്ക് കാണാൻ സാധിക്കും. അത് 1-2 പേരിൽ മാത്രം ഒതുങ്ങുന്ന സംഭവമല്ല. ഇന്ന് രാജ്യവ്യാപകമായി തന്നെ ചർച്ച ചെയ്യുന്ന, അവരൊക്കെ തന്നെ ഏറ്റെടുത്ത ഒരു വിഷയമായി മാറിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ വാർത്ത പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ വലിയ എതിർപ്പുകൾ ഉണ്ടാകുന്നു. CPM-ന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയൊക്കെ ഭാഗത്തു നിന്നുള്ള ചില വിശദീകരണങ്ങൾ വരുന്നു, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങൾ വരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേസ് എടുക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതെന്ന ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ തന്നെ അതൊരിക്കലും
ഒരു നാട്ടുകാർക്കെതിരെ ഇങ്ങനെ കേസെടുക്കുമ്പോൾ അതിൽ പ്രതിഷേധിക്കാൻ ആളുകളുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി അദ്ദേഹം ആ പൂക്കളത്തിൽ സിന്ദൂരം ചാർത്തുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇവിടെ ഞാൻ മറ്റൊരു മറുപടിയും പറയുന്നില്ല, ഇത് തന്നെയാണ് എൻ്റെ മറുപടി എന്നുള്ള കാര്യമാണ് അദ്ദേഹം ആ സിന്ദൂരം ചാർത്തിക്കൊണ്ട് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഈ മായ്ച്ച സിന്ദൂരമൊക്കെ തന്നെ വീണ്ടും നിലനിർത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ എത്രയൊക്കെ മായ്ക്കാൻ ശ്രമിച്ചാലും അത് ശക്തമായി നിലനിർത്തുമെന്ന് തന്നെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രതിഷേധ മാർച്ച് ഇവിടെ തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. അദ്ദേഹം നേരത്തെ നമ്മളോട് സംസാരിച്ചിരുന്നു ഈ കാര്യങ്ങളൊക്കെ. അതായത് പിണറായി സർക്കാരിന്റെ കാലത്ത് നടക്കുന്ന ഈ പ്രീണന രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ കാര്യങ്ങളൊക്കെ, യുവാക്കൾക്കെതിരെ കേസെടുക്കുന്ന ഒരു സമീപനം, അത് ഒരു ക്ഷേത്രത്തിൽ അത്തപ്പൂക്കളം ഇട്ടു എന്നുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടി, അല്ലെങ്കിൽ അതിലൊരു കാവ്യ പതാക ഉണ്ടായി എന്നൊക്കെ ചൂണ്ടിക്കാട്ടി ഇവിടെ കേസെടുക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ ഇവിടെ സംഘപരിവാറും അതോടൊപ്പം തന്നെ BJP നേതൃത്വവും ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു ഈ യുവാക്കൾക്കെതിരെ എടുത്ത കേസ് പിൻവലിച്ചില്ലെങ്കിൽ ഇവിടെ കോടതിയെ സമീപിക്കാൻ അറിയാമെന്നുള്ള കാര്യം. എന്തായാലും ഇപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനം അത് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയാണ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുക. നിരവധി പ്രവർത്തകരാണ് ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ BJP ജില്ലാ നേതൃത്വവും ഈ പ്രതിഷേധ മാർച്ചിന്റെ മുൻനിരയിൽ തന്നെയുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളത്തിൽ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് BJPയും ഹൈന്ദവ സംഘടനകളും പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നു. നമുക്കറിയാം ഈ വിഷയം പൊന്നുതേവരുടെ തിരുമുന്നിൽ മുതുപിലാക്കാട് പാർത്ഥസാരഥി, അങ്ങനെയാണ് ഇന്നാട്ടിലുള്ള ശാസ്താംകോട്ടക്കാരും അതുപോലെ തന്നെ മുതുപിലാക്കാടുകാരും വിവിധ കരകളിലുള്ള ഭക്തജനങ്ങളും വിശേഷിപ്പിക്കുന്നത് പൊന്നുതേവർ എന്നാണ്. ആ പൊന്നുതേവരുടെ തിരുമുന്നിൽ തിരുവോണ നാളിൽ അവധിക്കായി വന്നിട്ടുള്ള സൈനികരും റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകരും ബാലഗോകുലത്തിന്റെ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ ശാസ്താംകോട്ട CI വരച്ചു നൽകിയ അതേ സ്ഥലത്ത്, അദ്ദേഹം സ്കെച്ചിട്ട അതേ സ്ഥലത്താണ് അത്തപ്പൂക്കളമിട്ടത്. ആ അത്തപ്പൂക്കളമിട്ടപ്പോ കണ്ണൂർ കളക്ട്രേറ്റിലെ പോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ധീരരായിട്ടുള്ള സർവീസിലുള്ള 8 സൈനികർ പാർത്ഥസാരഥിയുടെ തിരുമുന്നിൽ ഇത്തരത്തിലുള്ള ഒരത്തമിട്ടത്. അത്തമിട്ടപ്പോൾ പോലീസ് സെക്യൂരിറ്റിയോട് കൂടിയാണ് ക്ഷേത്രസഭയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കളും ബിന്ദു അമ്മണിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ചേച്ചിമാർ രഗിന ഫാത്തിമയുടെ ആവേശം വിളമ്പുന്ന ആ മേനി കണ്ട് പോസ്റ്റിടുന്ന സഖാക്കളും പൊന്നുദേവരുടെ തിരുമുന്നിൽ ആദ്യം അത്തമിട്ടു. രണ്ടാമതാണ് നമുക്കിവിടുത്തെ ശാസ്താംകോട്ട CI ഒരു സ്ഥലം പതിച്ചു തന്നു, അവിടെ നമ്മൾ അത്തമിട്ടു. ചെണ്ടുമല്ലിയുടെ നിറം നമുക്കറിയാം, കാവിയായി പോയി. പച്ച ചെണ്ടുമല്ലി പെയിന്റ് അടിച്ചു തരാൻ ഷാനവാസ് SI ഇന്ന് ഇവിടെ ഇല്ലതാനും. അവൻ FIR ഇട്ട ശേഷം അവൻ മലേഷ്യയിലേക്ക് പോയിരിക്കുകയാണ്. അവന് റീല് പിടുത്തമേ ഉള്ളൂ ഈ പറയുന്ന ശാസ്താംകോട്ട SI. അവന് 6.5 അടി നീളമുണ്ട്, ഇല്ലേ? ഭീകരർ പറഞ്ഞ രീതിയിലുള്ള ഐറ്റവും ഉണ്ട്. ഇവിടെ പകൽഗാമിൽ പൊക്കി നോക്കിയല്ലോ, ആ രീതിയിലുള്ള ഐറ്റവും ഉണ്ട്. കൂടുതലായിട്ട് നമ്മളെ കൊണ്ട് പറയിപ്പിക്കരുത്. പകൽഗാമിൽ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരെ നോക്കി, കലിമ ചൊല്ലാത്തവരെ നോക്കി, അതിനുശേഷമാണ് വെടിവെച്ചു കൊന്നത്. എന്നിട്ട് അവിടെ 3 ദിവസമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് 3 ദിവസമായിട്ടുള്ള ഒരു സ്ത്രീ, നമ്മുടെ ഒരു സഹോദരി, അവളോട് ഭീകരവാദികൾ പറഞ്ഞതെന്താ? നീ പോയി നിന്റെ മോഡിയോട് പറയാൻ. അവളുടെ ഭർത്താവിനെ കൺമുന്നിലിട്ട് വെടിവെച്ചു കൊന്നു ഭീകരവാദികളായിട്ടുള്ള ആൾക്കാർ. മോഡിയോട് അവൾ പോയി പറഞ്ഞു. മോഡിയോട് പറഞ്ഞപ്പോൾ ഈ പറയുന്ന അതായത് കലിമ ചൊല്ലാത്തതിന്റെ പേരിൽ വെടിവെച്ചു കൊല്ലപ്പെട്ടത് ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരുടെ രോദനം കേട്ട നരേന്ദ്രമോദിജി പറഞ്ഞു, ഇതിന് ഞങ്ങൾ പകരം ചോദിക്കുക തന്നെ ചെയ്യും.
വ്രതമെടുത്തുകൊണ്ട് നരേന്ദ്രമോദി കാത്തിരുന്നു. പാകിസ്ഥാന്റെ ബോർഡറിലല്ല അടിച്ചത് മിസ്റ്റർ ഷാനവാസ്, കയറി അടിച്ചത് നല്ല സുന്നത്ത് ചെയ്ത ഭീകരവാദികളുടെ നഴ്സറിയെ തരിപ്പണമാക്കി. അണുബോംബ് പ്രയോഗിക്കുമെന്ന് പറഞ്ഞു. അണുബോംബ് എടുത്തുകൊണ്ട് വരുന്നതിന്റെ റൗണ്ടിൽ 4 റോഡുകളുണ്ട്. ആ റോഡിൽ നിന്ന് ഇത് പൊക്കാൻ പറ്റിയില്ല. ആർക്ക്? പാകിസ്ഥാനിക്ക്. അവിടെയുള്ള ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ആ ഓപ്പറേഷനിലെ കേണൽ ഡിന്നി സാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിൽപ്പുണ്ട്. അവരുടെ രക്തം തിളയ്ക്കുകയാണ്. ആർക്കു വേണ്ടിയാണ്? കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും കച്ച് മുതൽ കാമരൂപം വരെയുമുള്ള ഈ ഭാരതാംബയുടെ ഓരോ തരി മണ്ണും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഭീകര പരീക്ഷകളെ ബോംബിട്ട ധീരവീരരായിട്ടുള്ള സൈനികർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുതുബിലാക്കാട് തേവരുടെ മുന്നിൽ ഒരു അത്തമിട്ടപ്പോ ഗോകുലം അനിൽ, ആ പ്രസിഡന്റിന്റെ പേരെന്താ? ഗോകുലം സനൽ. അവൻ പറയുകയാണ് കാവി പാടില്ല സുഹൃത്തേ. അത് തന്നെ അശോകൻ, അവൻ പട്ടാളക്കാരനാണ്, റിട്ടയർഡ് പട്ടാളക്കാരൻ. അവന്റെ പെൻഷൻ എങ്ങനെ വേണമെന്നൊക്കെ ഉള്ളത് അനൂപ് ആന്റണിയൊക്കെ ഒന്ന് തീരുമാനിക്കണമെന്നാണ് നമ്മളുടെ അഭ്യർത്ഥന. അതായത് അവൻ നമ്മൾ കൊടുക്കുന്ന ചില്ലിക്കാച്ച് വാങ്ങിച്ചുകൊണ്ട് ഭാരതത്തിലെ സൈനികരുടെ പെൻഷൻ പറ്റിക്കൊണ്ട് അവന് കാവി കണ്ടാൽ കാലിളകയാണ്. അവന്റെ വീട്ടിൽ അടുത്ത തവണ നമ്മൾ പറ്റുമെങ്കിൽ പച്ചക്കൊടി നിരത്തിയും കെട്ടണം. കേസ് വരട്ടെ. അവന് പച്ചയോടാണ് ഇഷ്ടം. പിണറായി വിജയന്റെ മകൾക്കും പച്ചയോടാണ് ഇഷ്ടം, അത് നമുക്കറിയാം. എല്ലാം പച്ചയോടാണ് ഇഷ്ടം. ഇപ്പോ കേരളത്തിലെമ്പാടും പച്ചയോടാണ്. അതുപോലെയാണ് മലേഷ്യയിൽ പോയ മഹാനായ ജോർജ് ഷാനവാസ്. അവന്റെ ഒന്നും റീലൊന്നും ഷെയർ ചെയ്യില്ല. അവൻ രാത്രി വേറെ പണി. അവൻ മലേഷ്യയിൽ പോയിരിക്കുന്ന ഇനി ആരെ കാണാനാണ്? മുള്ളയോ മുക്രിയോ കാണാനാണോ? സക്കീർ ബായി അവിടാണ് ക്യാമ്പ്. ഇന്ത്യയിൽ വരത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കക്ഷിയാണ് ഈ പറയുന്ന ഷാനവാസ്. അവനാണ് FIR ഇട്ടിട്ട് പോയി. FIR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറ്റാൻ പറ്റാത്ത സാധനമൊന്നുമില്ല. പോലീസ് മാറ്റണമെന്നില്ലടേ. ഇത് കോടതി വരുമ്പോൾ ഡിസ്ചാർജ് പെറ്റീഷൻ നമുക്ക് കൊടുക്കാം. കോടതി എടുത്തു നോക്കും. അത്തപ്പൂക്കളം ഇട്ടതിന് കേസോ, അത്തപ്പൂക്കളമിട്ട് ഓണം ആഘോഷിക്കുന്നതിന് കേസോ. ഇനി അതല്ല, ഹൈക്കോടതിക്ക് ആമ്പിൾ പവറുണ്ട് FIR കോച്ച് ചെയ്യാൻ. അതിനുള്ള നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുക തന്നെ ചെയ്യും. ഷാനവാസും മനാഫും ഒന്നും മതസൗഹാർദ്ദം കളിക്കേണ്ട കാര്യമില്ല. നിന്റെ മനസ്സിലൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് വേണ്ടി ജീവൻ ത്യജിച്ചിട്ടുള്ള ആൾക്കാർ ഓപ്പറേഷൻ സിന്ദൂറിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇനി ഭഗവാന്റെ തിരുമുന്നിൽ കാവിക്കൊടി പാടില്ലെന്നാണ്. എടാ, ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? അഭ്യുത്ഥാനം അധർമ്മസ്യ കോടി കോടി ചതുഷ്കൃത. അതുപോലെ തന്നെ എവിടെ ഈ പറയുന്ന അധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അവിടെ ഞാൻ അവതരിക്കും. അത് ഭഗവാന്റെ രൂപത്തിലല്ല അവതരിക്കുന്നത് സംഘടനയുടെ രൂപത്തിലാണ് ഇവിടെ അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി, അതായത് അത്തപ്പൂക്കളം ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ ഷാനവാസിനും മനാബിനും ഒക്കെ ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അനൂപ് ആന്റണിജി ഇതാ ഇവിടെ അത്തപ്പൂക്കളം ഇടുകയാണ്. ഔദ്യോഗികമായിട്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ ചടങ്ങിന്റെ അധ്യക്ഷയായിട്ടുള്ള നമ്മുടെ രാജീവ് പ്രസാദ് അവർകളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ ഉദ്ഘാടകനായിട്ടുള്ള അനൂപ് ആന്റണിജിയെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സംസ്ഥാന വക്താവ് കേണൽ ഡിന്നിജി അവർകളെ സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള AR അരുൺജി, ആലഞ്ചേരി ജയചന്ദ്രൻ ചേട്ടൻ, മറ്റ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മണ്ഡലം പ്രസിഡന്റുമാർ, അതുപോലെ ജനറൽ സെക്രട്ടറിമാർ, ജില്ലാ ഭാരവാഹികൾ, മാധ്യമ പ്രവർത്തകർ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ജയ് ഹിന്ദ്. बोलो भारत माता की, बोलो भारत माता की, ऑपरेशन सिंदूर की.
ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളമിട്ടതിൽ യുവാക്കൾക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നു. അവിടെ അനൂപ് ആന്റണി ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. പൂക്കളമിട്ടുള്ള പ്രതിഷേധമാണ് അവിടെ നടത്തുന്നത്. അതിന്റെ ഉദ്ഘാടന കർമ്മം അനൂപ് ആന്റണി നിർവഹിക്കുന്നു. ശ്രീ AR അരുൺ, അതേപോലെ തന്നെ വെസ്റ്റ് ജില്ലയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ജിതിൻ ദേവ് അടക്കം പാർട്ടിയുടെയും അതേപോലെ തന്നെ സംഘപരിവാറിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിനെ കുറിച്ച് സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചു. നമ്മുടെ നാട്ടിലെ പട്ടാളക്കാരായിട്ടുള്ള ഒരു കൂട്ടം യുവാക്കൾ അവർ ഓണത്തിന് നാട്ടിലെത്തിയപ്പോൾ ആ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദരസൂചകമായി പുതുവിലാക്കാട് അമ്പലത്തിൽ വർഷങ്ങളായി ആ അമ്പലത്തിൽ അത്തപ്പൂക്കളം ഇടുന്നവരാണ്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദരവ് സൂചകമായി അവർ അത്തരത്തിലൊരു അത്തപ്പൂക്കളം ഇട്ടപ്പോൾ അവിടുത്തെ ഭരണസമിതിയും അതേപോലെ തന്നെ ശാസ്താംകോട്ട പോലീസും ഒരുപക്ഷെ ശാസ്താംകോട്ട പോലീസിന്റെ ഭരണസമിതിയുടെ ഒക്കെ അനുമതിയോട് കൂടിയാണ് അവിടെ അത്തപ്പൂക്കളം ഇട്ടത്. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാർ അടക്കമുള്ളവർ വൈകുന്നേരം മുതൽ രാവിലെ വരെ ഈ അത്തപ്പൂക്കളം ഇടുന്നതുമായി ബന്ധപ്പെട്ട് അവരവിടെ ആ സ്ഥലത്തുമുണ്ടായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിന്റെ പേരിൽ രാവിലെ ശാസ്താംകോട്ടയിലെ SI വന്നിട്ട് അത് അവിടുന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ പ്രവർത്തകരെ ചോദ്യം ചെയ്യുകയും ഏതാണ്ട് 25ഓളം വരുന്ന യുവാക്കളെ കണ്ടാലറിയാവുന്ന 25ഓളം വരുന്ന യുവാക്കൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഓരോ ഭാരതീയരെ സംബന്ധിച്ചും അഭിമാനമായ നിമിഷമാണ്. കാരണം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഒട്ടനവധി അമ്മമാരുടെ നമുക്കറിയാം പഹൽഗാമിൽ നടന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞ് നമ്മുടെ ഒട്ടനവധി യുവാക്കളെ കൊല ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യ സൈന്യം തിരിച്ചടിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ആ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി സൂചകമായി ആ പേര് നൽകിയപ്പോൾ ഓരോ ഭാരതീയരും വളരെ അഭിമാനത്തോടു കൂടിയാണ് ആ പേരിനെ അംഗീകരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ കേരളത്തിന്റെ ഭരണകൂടം ഇന്ന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേൾക്കുമ്പോൾ അവർക്ക് പേടിയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെതിരെ കേസെടുക്കുകയാണ് ഇവിടുത്തെ കേരള പോലീസും ഭരണകൂടവും അടക്കമുള്ളവർ. നമുക്കറിയാം മുതുവിലാക്കാട് ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരെഴുതിയത് കൊണ്ടല്ല, അമ്പലത്തിൽ പാർട്ടിയുടെ ചിഹ്നം വെച്ചത് കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നതാണ്. അവിടെ ഏത് പാർട്ടിയുടെ ചിഹ്നമാണ് വെച്ചേക്കുന്നത്? BJPയുടെ കൊടി വെച്ചിട്ടുണ്ടോ? ABVPയുടെ കൊടി വെച്ചിട്ടുണ്ടോ? സംഘപരിവാറിന്റെ കൊടി വെച്ചിട്ടുണ്ടോ? അവിടെ ഭഗവത്ഗീതം നിങ്ങൾക്കറിയാം. ഇവിടെ മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവരുണ്ട്. ആ പുഷ്പം വരച്ചപ്പോൾ അല്ലെങ്കിൽ ആ അത്തപ്പൂക്കളം ഇട്ടതിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പടമുണ്ട്. ആ അമ്പലത്തിന്റെ പേര് പാർത്ഥസാരഥി ക്ഷേത്രമാണ്. പാർത്ഥന്റെ തേര് തെളിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ആ തേരിലും ഭഗവത്ധ്വജമുണ്ട്. ആ സൂചകമായിട്ടാണ് ഭഗവത്ധ്വജമാണ് അവിടെ വരച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ പേരിൽ രാഷ്ട്രീയ കൊടിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കാമെന്ന് കേരളത്തിലെ പോലീസുകാരും ഇവിടുത്തെ ഭരണകൂടവും മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും. അവിടുത്തെ ഭരണകൂടം നമുക്കറിയാം ഗണപതി മിത്താണെന്ന് പറഞ്ഞ ആ നേതാക്കന്മാരുടെ പിൻഗാമികളാണ് ആ ക്ഷേത്രത്തിൽ ഇരിക്കുന്നത്. അയ്യപ്പൻ ബ്രഹ്മചാരിയാണ്, അല്ലെങ്കിൽ ആ അയ്യപ്പനെ പൂജ നടത്തുന്നതും ബ്രഹ്മചാരി ആവണമെന്ന് പറഞ്ഞ നേതാക്കന്മാരുടെ പിൻഗാമികളാണ് അവിടെ ഇരിക്കുന്നത്. അവർക്ക് ആചാരങ്ങളെക്കുറിച്ചോ അനുഷ്ഠാനങ്ങളെക്കുറിച്ചോ ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ആ ഭരണകൂടം അല്ലെങ്കിൽ ആ അമ്പല കമ്മിറ്റി ഇവിടുത്തെ പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിലൊരു കള്ളക്കേസ് കൊടുക്കിയത്. ഏത് കള്ളക്കേസ് എടുക്കിയാലും അതിനെതിരെ ശക്തമായി നേരിടാൻ കരുത്തുള്ള ഒരു പ്രസ്ഥാനം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. 2 ദിവസം മുമ്പ് ഇവിടുത്തെ പോലീസുകാർ ഒരു മീഡിയയിൽ ഒരു വാർത്ത കണ്ടു. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തുന്ന ഓരോ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് കൊണ്ടെന്ന് പേടിക്കുന്നവരല്ല സംഘപരിവാർ പ്രസ്ഥാനത്തിലുള്ളവരെന്ന് ഇവിടുത്തെ പോലീസുകാർ മറന്നു പോകരുത്. എത്ര കേസെടുത്താലും ഇതിന്റെ നീതിക്ക് വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകർക്ക് വേണ്ടി ഏതാണ്ട് 25ഓളം പ്രവർത്തകർക്കെതിരെ കള്ളക്കേസെടുത്തിട്ടുണ്ട്. അവർക്ക് നീതി കിട്ടുന്നത് വരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് പാർട്ടിയുടെ ആരാധനായ ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
ഭാരത് മാതാ കി ഭാരത് മാതാ കി ഓപ്പറേഷൻ സിന്ദൂർ കി. യോഗത്തിന്റെ സമരാധിയായിട്ടുള്ള അധ്യക്ഷ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ രാജീവ് പ്രസാദ്, കേണൽ ഡിന്നി, ഇന്ന് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകർ, ആദ്യമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് എല്ലാവർക്കും മനസ്സു നിറയെ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം മുതുപിലാക്കാട് ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിക്കൊണ്ട് ഒരു പൂക്കളമിടാൻ ശ്രമിച്ചപ്പോൾ പോലീസിന്റെ കിരാതമായ ധാർഷ്ട്യത്തിന് മുമ്പിൽ മുട്ടുമടക്കാതെ ധൈര്യത്തോടുകൂടി നിന്നതിന് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് മനസ്സ് നിറയെ നന്ദി പറയാനും അഭിനന്ദനങ്ങൾ പറയാനും ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അതുപോലെ പോലീസുകാർ കേസെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട സൈനികർ, ഒരാള് ഇപ്പോൾ സേവനത്തിലുള്ള ഒരു സൈനികൻ, ഒരാള് എക്സ് സർവീസ്മാൻ പ്രിയപ്പെട്ട അശോകനും പ്രിയപ്പെട്ട ശരത്തും. ചെറിയ അഭിനന്ദനങ്ങളൊന്നും കൊടുത്താൽ മതിയാവില്ല. കാരണം എന്റെ പിന്നിൽ നിൽക്കുന്ന ഈ പോലീസുകാർ, അതിലൊരു പോലീസുകാരനെ കുറിച്ച് ഇവിടെ കുറച്ചു നേരമായി എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ മലേഷ്യയിൽ കടന്ന് കറങ്ങുന്ന ഒരു പോലീസുകാരൻ, ആ പോലീസുകാരന്റെ കയ്യിലിരിക്കുന്ന ലാഠി പോലെയല്ല, ഇൻസാസ് റൈഫിളും AK-47 കൈകാര്യം ചെയ്തിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള പട്ടാളക്കാരാണ്. എന്റെ പുറകെ ഡിനിജോട് ചോദിച്ചു നോക്കണം, ഇൻസാസ് റൈഫിളും AK-47 കൈകാര്യം ചെയ്ത ഇവരെയാണോ നിങ്ങൾ പേടിപ്പിക്കാൻ നോക്കുന്നത്? അതുകൊണ്ട് ഇവിടുത്തെ പോലീസുകാർക്കും ഒരു പ്രത്യേക നന്ദി പറയാൻ, ആ പ്രത്യേകിച്ചും ആ റീലുണ്ടാക്കുന്ന പോലീസുകാരന് പ്രത്യേകിച്ചും നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കാരണം ഇന്ന് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസിന് ഉള്ളിലുള്ള കാക്കിക്കുള്ളിലുള്ള കമ്മ്യൂണിസ്റ്റുകാരനെ, കാക്കിക്കുള്ളിലുള്ള ദേശവിരുദ്ധനെ ഇന്ന് ലോകം മുഴുവൻ അറിയുന്നത് നിങ്ങൾ കാരണമാണ്. അതിന് നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഇപ്പൊ ഞാൻ രാവിലെ വരുന്ന വഴിക്ക് ദേശീയ മാധ്യമങ്ങളുടെ എല്ലാം തുരുതുരെ ഫോൺ വിളിയായിരുന്നു. കാരണം ഇന്നത് ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് വിഷയം. ഇന്നലെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ വന്നു. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ യുവമോർച്ചയുടെ പൂക്കളം ഇട്ടുകൊണ്ട് യുവമോർച്ച പ്രതിഷേധിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി പ്രക്ഷോഭങ്ങളുമായി ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല കേരളത്തിന്റെ പോലീസ് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ വരുന്ന പാർലമെന്റ് സെഷനിൽ ഈ കേരള പോലീസിനെതിരെ പാർലമെന്റിൽ തന്നെ ഞങ്ങൾ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇത് ദേശീയ സഭയിൽ കൊണ്ടുവരും. യാതൊരു സംശയവും വേണ്ട. ഇന്ന് കേരളത്തിലെ പോലീസിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? കേരളത്തിന്റെ പോലീസിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ഉത്തരവ് വരുന്നത് ഇപ്പോൾ DGP ഏമാന്റെ ഓഫീസിൽ നിന്നോ SP-യുടെ ഓഫീസിൽ നിന്നൊന്നുമല്ല. ഇവർക്കുള്ള ഉത്തരവ് വരുന്നത് AKG സെന്ററിൽ നിന്നാണ്. ഇന്ന് കേരളത്തിലെ പോലീസുകാർക്കുള്ള ഉത്തരവ് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലുള്ള അശോകനെ പോലുള്ള ആളുകളുടെ വീട്ടിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ, കുനിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിലിഴഞ്ഞു വരും. ഇന്ന് കേരള പോലീസിന്റെയും ശാസ്താംകോട്ട പോലീസിന്റെയും അവസ്ഥ ഏതാണ്? കുനിയാൻ പറഞ്ഞപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ മുമ്പിൽ മുട്ടിലിഴഞ്ഞു വന്ന് നിൽക്കുന്ന അവസ്ഥയാണ് ഇന്ന് ഇവിടുത്തെ പോലീസുകാരുടെ. ഇപ്പൊ ഒരു പാട്ട് ഭയങ്കര ഫേമസ് ആണ്, വൈറലായിട്ട് ഓടുന്നുണ്ട്, ഇത് ഏത് മൂഡ് എന്ന്. നമുക്കിത് ഓപ്പറേഷൻ സിന്ദൂർ മൂടാണെങ്കിൽ അവർക്കിപ്പോൾ മുട്ടിലിഴയുന്ന മൂടാണ് കേരള പോലീസിനും ശാസ്താംകോട്ട പോലീസിനും. അതുകൊണ്ട് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ആരെയാണ് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ശബരിമല പ്രക്ഷോഭ സമയത്ത് ഈ കൂട്ടത്തിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട കേരളത്തിലെ പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത്, ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ധാർഷ്ട്യത്തിൽ, ഈ പിണറായി വിജയൻ സർക്കാരോടൊപ്പമുണ്ട് എന്നുള്ള ധൈര്യത്തിൽ നിങ്ങൾ ഈ കാണിക്കുന്ന തെമ്മാടിത്തരം അധികം നാളൊന്നും നീളാൻ പോകുന്നില്ല. അധികം നാളൊന്നും നിങ്ങളുടെ തെമ്മാടിത്തരവുമായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ഇന്ന് കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ ജനമൈത്രി പോലീസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്, പക്ഷെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സാധാരണക്കാരന് ഒരു ധൈര്യത്തോടു കൂടി കടന്നു ചെല്ലാൻ പേടിയാണെന്ന്. അത്രയേറെ ഭീകരമായ അവസ്ഥയാണെന്ന് ഓരോ പോലീസ് സ്റ്റേഷനിലും. അതുകൊണ്ട് പ്രിയപ്പെട്ട പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കാണിച്ച ഈ തെമ്മാടിത്തരത്തിന് ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായ മറുപടി പറയും. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ചങ്കിലാണ് ഞങ്ങൾ എഴുതിയിരിക്കുന്നത്. അതിനെ വായിക്കാനും നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ ഞങ്ങളുടെ അത്തപ്പൂക്കളം വായിക്കാൻ ശ്രമിച്ചല്ലോ. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി അത്തപ്പൂക്കളവുമായി വരും.
ഞങ്ങളുടെ ചങ്കിലാണ് എഴുതിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന്. അത് നിങ്ങൾ എത്രത്തോളം വായിക്കാൻ ശ്രമിച്ചാലും നടക്കില്ല. നിങ്ങളോടൊപ്പമുള്ള കോൺഗ്രസ്സുകാർ, നമുക്കറിയാം ഇന്ന് കേരളത്തിലെ കേരള പോലീസ് അനുവാദം വായിക്കുന്നത്, തിട്ടൂരം വായിക്കുന്നത് AKG സെന്ററിലാണെങ്കിൽ ഈ ഇന്ത്യ മുന്നിലുള്ള കോൺഗ്രസ് എവിടെ നിന്നാണ് വായിക്കുന്നത് നമുക്കറിയാം. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ അവർക്ക് ഓർഡർ കൊടുത്തിരുന്നത് അങ്ങ് പാകിസ്ഥാനിലിരിക്കുന്നവരാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഇന്ന് ഇവിടെ നിൽക്കുന്ന SI, നേരത്തെ പറഞ്ഞ SI, ആ SIക്ക് പോലും ഓർഡർ ലഭിക്കുന്നത് അങ്ങ് പാകിസ്ഥാനിൽ നിന്നാണോ എന്ന് കൂടി ഒരു സംശയമില്ലാതെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കേണ്ടി വരും. കാരണം ആർക്കാണ് ഒരു രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന, ദേശഭക്തിയുള്ള, ദേശത്തോടും രാഷ്ട്രത്തോടും സ്നേഹമുള്ള ആർക്കാണ് ഓപ്പറേഷൻ സിന്ദൂർ വായിക്കാൻ സാധിക്കുക? അത് രാഷ്ട്രവിരുദ്ധരായിട്ടുള്ള, ദേശവിരുദ്ധരായിട്ടുള്ള, രാഷ്ട്രത്തിനെതിരായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അസന്നിഗ്ധമായി പറയാൻ സാധിക്കും, ഇവിടെ ഇതിന് ഉത്തരവിടാൻ ശ്രമിച്ച, അല്ലെങ്കിൽ ഇവിടെ കലാപത്തിന് കേസെടുക്കാൻ ശ്രമിച്ച ആ പോലീസുകാരൻ രാഷ്ട്രദ്രോഹിയാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അയാളെ ഈ സമൂഹം ഒറ്റപ്പെടുത്തും. വരുന്ന ദിവസങ്ങൾ അയാൾക്കുള്ള കാളരാത്രികളായി മാറും. അത് അദ്ദേഹം എത്രയും പെട്ടെന്ന് അദ്ദേഹം മലേഷ്യയിൽ നിന്ന് തിരിച്ചു വരാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എത്രയും വേഗം അദ്ദേഹം മലേഷ്യയിൽ നിന്ന് തിരിച്ചു വരട്ടെ. അദ്ദേഹത്തിനുള്ള മറുപടി ഇതിലും ശക്തമായി ഞങ്ങൾ ഇനിയും നൽകും. അതുകൊണ്ട് ആരെയും പേടിപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട. ഓപ്പറേഷൻ സിന്ദൂർ ഇവിടെ തന്നെ ഉണ്ടാവും. വരും നാളുകളിൽ ഇതിലും വലിയ ഓപ്പറേഷൻ സിന്ദൂർ നരേന്ദ്രമോദി നടത്തുകയും ചെയ്യും. ഞങ്ങൾ പൂക്കളം ഇടുകയും ചെയ്യും. ആർക്കും യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഇനി കേസിന്റെ കാര്യമൊക്കെ ഭാരതീയ ജനതാ പാർട്ടി നോക്കും. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഭാരതീയ ജനതാ പാർട്ടി ചെയ്തു കാണിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾ നേരത്തെ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്തിട്ടുള്ള പാർട്ടിയാണ്. ഇനിയും ഞങ്ങൾ ചെയ്തു കാണിക്കും. അതുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കേണ്ട. പോലീസുകാരോടും ഇവിടുത്തെ ഇടതുപക്ഷക്കാരോടും ഈ പോലീസുകാർക്ക് ഓർഡർ ഇടുന്ന ഈ അമ്പല കമ്മിറ്റിയിൽ കയറി പറ്റിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടും പറയാനുള്ളത്, ഇനി നിങ്ങളുടെ ഈ നെകളിപ്പ്, ഈ വിളയാട്ടം അധികകാലം നീണ്ടുപോവില്ല. വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് മറുപടി പറയും. കേരളത്തില് ഇത്രയും വൃത്തികെട്ട ഒരു സർക്കാർ ഇന്ന് കേരളത്തിലില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന നാളുകളാണ്. എഴുതി വെച്ചുള്ളൂ, പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന നാളുകളാണ്. അതുകൊണ്ട് ആ പിണറായി വിജയൻ സർക്കാരിന്റെ ധാർഷ്ട്യത്തിന്റെ ഊക്ക് കൊണ്ടുകൊണ്ട് ഒരു പോലീസുകാരനും ഇനി ഒരു BJP-ക്കാരനും നേരെ കേസുമായി വരാൻ ഇനി ഒരു അവസരം ഞങ്ങൾ തരില്ല. അതുപോലുള്ള ഒരു കൃത്യമായ ശക്തമായ മറുപടി ആയിരിക്കും ഞങ്ങൾ കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിത്തരാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ കണ്ടത്, ഇന്നലെ ശ്രീ സുരേഷ് ഗോപിജി വന്നത്, ഇതൊരു ട്രെയിലർ മാത്രമാണ്. ഇതൊരു ട്രെയിലറാണ്, തുടക്കമാണ്. വരാൻ പോകുന്ന മുഴുവൻ പടം ഇനി ഇവിടുത്തെ കേരളത്തിലെ പോലീസുകാരെ ഞങ്ങൾ കാണിക്കും. അതുകൊണ്ട് കേരളത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പോയി, കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയിരിക്കുകയാണ്, ഇനിയും ഇതിനെക്കുറിച്ച് ആരെങ്കിലും പ്രചരണം നടത്തി കഴിഞ്ഞാൽ അവർക്കെതിരെ കേസിടും എന്ന് പറഞ്ഞ് വിരട്ടുകയാണ് കേരള പോലീസ്. കേരള പോലീസിനോട് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, ആദ്യമായി ഇതിനെക്കുറിച്ച് പ്രചരണം നടത്തിയ വ്യക്തി ഞാനാണ്. ഇതിനെക്കുറിച്ച് പ്രചരണം നടത്തിയ വ്യക്തി കേരള ഡിന്നിയാണ്. ഞങ്ങൾക്കെതിരെ ധൈര്യമുണ്ടെങ്കിൽ കേസിട്ട് കാണിക്കുക കേരള പോലീസ്. ധൈര്യമുണ്ടെങ്കിൽ കേസിട്ട് കാണിക്കുക. ഈ പ്രവർത്തകരോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഈ പാർട്ടിയുടെ സമാരാധീന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി മുതൽ കേരളത്തിൽ അങ്ങോളമുള്ള ലക്ഷക്കണക്കിന് പ്രവർത്തകർ, ഇവിടുത്തെ 27 കേസിട്ടിട്ടുള്ള 27 പ്രവർത്തകരോടൊപ്പം സൈനികരോടൊപ്പവും ഉണ്ട്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ഇതിലും ശക്തമായ മറുപടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി കൂടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുക മാത്രമല്ല, ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാ പ്രവർത്തകർക്കും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ പോരാട്ട വീര്യവുമായി നമ്മൾ ഇനിയും മുമ്പോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി.